കാസർഗോഡ് ശൈശവ വിവാഹത്തിൽ ഉസ്താദ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിലാണ് കേസ്. 16-കാരിയെ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായ 28-കാരന് കാനത്ത് കല്യാണം നടത്തിയെന്നതാണ് പരാതി. ബൈജു തുടരുന്നുണ്ട്. ബൈജു, വളരെ ഗൗരവത്തിലുള്ള പരാതിയാണ്. ശൈശവ വിവാഹം ഇപ്പോഴും ഈ കാലത്തും നടക്കുന്നു എന്നത് ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായും രേണുക, സംസ്ഥാനത്ത് ഒരു ശൈശവ വിവാഹം കൂടി റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാസർഗോഡ് ജില്ലയിലെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇതിൽ 4 പേരെ ഇപ്പോൾ പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എടച്ചക്കായി ബദർ നഗറിലെ ഈ വരനായ ഷാബിർ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ, അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ പിതാവ്, ഈ ജുമാ മസ്ജിദിലെ തന്നെ ഉസ്താദ് റഹ്മത്തുള്ള, പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറും എടച്ചക്കായി അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ, ഇങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 13-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അഴീക്കൽ ജുമാ മസ്ജിദിൽ വെച്ച് 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇത്തരത്തിൽ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. അതുമാത്രമല്ല, ഇത്തരം വിവരം പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ, ഇതിൽ അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട തെളിവുകളും അതോടൊപ്പം CCTV ദൃശ്യങ്ങളും നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അങ്ങനെയാണ് ഇപ്പോൾ 4 പേർക്കെതിരെ ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മഹലിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഈ തിരിച്ചറിയൽ രേഖ, അതായത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന തിരിച്ചറിയൽ രേഖ ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ വരന്റെ വീടിന്റെ പരിധിയിലുള്ള മഹലിൽ ഇത്തരത്തിൽ അഴീക്കൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുത്തത്. എന്തായാലും ഈ സംഭവത്തിൽ ഉസ്താദ് ഉൾപ്പെടെ, വധുവിന്റെ പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ തെളിവുകളും ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരം തെളിവുകളും പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട്. രേണുക, ശരി. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.